ബി.ജെ.പി. സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ ആരോപണവുമായി വിവാദ വ്യവസായി ദല്ലാൽ നന്ദകുമാർ. ഒന്നാം യു.പി.എ. സർക്കാരിന്റെ അവസാന കാലത്തും രണ്ടാം യു.പി.എ. കാലത്തും ഡൽഹിയിലെ അറിയപ്പെടുന്ന ബ്രോക്കറായിരുന്നു അനിൽ ആന്റണിയെന്നും CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് തന്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങിയെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു. നിയമനം ലഭിച്ചില്ല, പണം തിരിച്ചു തന്നില്ല. PT തോമസ് ഇടപെട്ടാണ് പണം നൽകിയത്. അനിൽ ആന്റണി നിഷേധിച്ചാൽ സംവാദത്തിന് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പിതാവായ AK ആന്റണിയെ വെച്ച് വിലപേശി പണം വാങ്ങിയ ആളാണ് അനിൽ ആന്റണിയെന്നും അനിൽ അംബാനിയുടേതിന് സമാനമായ ഒപ്പാണ് വിസ്റ്റേഴ്സിന്റെ ബുക്കിൽ അനിൽ ആന്റണി ഇട്ടതെന്നും നന്ദകുമാർ പറഞ്ഞു. തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം അനിൽ ആന്റണി തിരിച്ചു തന്നില്ലെന്നും PT തോമസ് ഇടപെട്ടാണ് പണം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. താൻ ഉയർത്തിയ വാദം അനിൽ ആന്റണി നിഷേധിക്കുകയാണെങ്കിൽ സംവാദത്തിന് തയ്യാറാണെന്നാണ് നന്ദകുമാർ പറഞ്ഞത്. PJ കുര്യനും ഉമാ തോമസിനും ഇക്കാര്യങ്ങൾ അറിയാമെന്നും നന്ദകുമാർ ആരോപിച്ചു. ചില ഡിഫൻസ് നോട്ടുകൾ പുറത്തു പോയിട്ടുണ്ടെന്നും ഇക്കാര്യം പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് അനിൽ കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്നതെന്നും നന്ദകുമാർ പറഞ്ഞു. എന്നാൽ ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാണിച്ച് അനിൽ ആന്റണി രംഗത്തെത്തി. പത്തനംതിട്ടയിൽ വികസനം ചർച്ച ചെയ്യാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ആരോപണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയാണെന്നും UDF-ന്റെ നെറികെട്ട രാഷ്ട്രീയമാണെന്നും അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആരോപണത്തെക്കുറിച്ച് ഉമാ തോമസിനോടും PJ കുര്യനോടും ചോദിക്കണമെന്നും അനിൽ പറഞ്ഞു. നിരവധി CBI കേസുകളിൽ പ്രതിയായ ഒരാൾ തനിക്കെതിരെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നും തനിക്കെതിരെ ലോക്കൽ പോലീസിൽ പോലും കേസില്ലെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു. അതേസമയം പത്തനംതിട്ടയിൽ BJP-ക്കായി മത്സരിക്കുന്ന മകൻ അനിൽ ആന്റണി തോൽക്കണമെന്ന് AK ആന്റണി പറഞ്ഞു. BJP-ക്ക് ഇനി കേരളത്തിൽ സുവർണ കാലഘട്ടം ഉണ്ടാകില്ലെന്നും ആന്റണി വിശദീകരിച്ചു. പതിവ് ശൈലികൾ വിട്ട് രാഷ്ട്രീയ എതിരാളികളെ കടന്നാക്രമിക്കുകയായിരുന്നു ആന്റണി. കോൺഗ്രസിനെ തള്ളിപ്പറയുന്നവരെ കടന്നാക്രമിക്കുകയായിരുന്നു. അതിനിടെ താൻ പത്തനംതിട്ടയിൽ ജയിക്കുമെന്നും കോൺഗ്രസ് തകരുമെന്നും ആന്റണിക്ക് മറുപടിയായി അനിൽ K ആന്റണിയും പ്രതികരിച്ചു. പത്തനംതിട്ടയിൽ പ്രചരണത്തിന് പോകില്ലെന്ന് ആന്റണി പറഞ്ഞു. എന്നാൽ BJP-യെയും അനിൽ K ആന്റണിയെയും കടന്നാക്രമിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്. കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ BJP-ക്കൊപ്പം ചേരുന്നത് തെറ്റാണെന്ന് AK ആന്റണി പറഞ്ഞു. കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ എന്നാണ് തുടക്കം. മക്കളെപ്പറ്റി എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കരുത്. ആ ഭാഷ ശീലിച്ചിട്ടില്ല. താൻ പ്രചരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാത്തത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJP-യുടെ സുവർണകാലം കഴിഞ്ഞു. സുവർണകാലം ശബരിമല പ്രശ്നമുണ്ടായ കാലത്താണ്. അത് കഴിഞ്ഞു, ആന്റണി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പല്ല. ഇന്ത്യ അടുത്ത 5 വർഷം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. ഡു ഓർ ഡൈ. ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ എന്ന ആശയത്തെ ഞെക്കി ഒതുക്കി ഇല്ലാതാക്കാനാണ് ശ്രമം. BJP ഭരണം അവസാനിക്കണം, ആന്റണി കൂട്ടിച്ചേർത്തു.